ഹലോ ഓൾ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കാൻ നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരുപാട് പണിയൊന്നും എടുക്കണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അതിന് വേണ്ട ചേരുവകൾ നോക്കാം. ആദ്യം തന്നെ 1 കപ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ പൊടി എന്ന് പറയുന്നത് ഇടിയപ്പത്തിന്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല നൈസ് ആയിട്ടുള്ള ഇടിയപ്പം അല്ലെങ്കിൽ അപ്പം പൊടി എന്ന് പറഞ്ഞ് കിട്ടുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ അരിപ്പൊടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പം പൊടിയാണ്. അത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിനുവേണ്ടി ഞാൻ ആ കപ്പ് കാണിക്കുന്നു. ചെറിയൊരു കപ്പാണത്. ഇനി നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരകിയത്. കഴിവതും അതിന്റെ വെള്ള കളറുള്ള തേങ്ങ മാത്രം ചിരകിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും, വൈറ്റ് ആയിട്ടുള്ള കളർ ഉണ്ടായിരിക്കും. പിന്നെ വേണ്ടത് 1/2 കപ്പ് ചോറാണ്, ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത്. 1 സ്പൂൺ ഈസ്റ്റ് വേണം. എന്തായാലും ഇതൊന്ന് പൊന്തി വരണം, അതിനൊരു ഈസ്റ്റ് വേണം നമുക്ക്. ഇവിടെ പൊടിയായിട്ടുള്ള ഈസ്റ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര. ഞാനിവിടെ 5 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ 5 സ്പൂണ് എടുത്തിട്ട് മധുരം കുറച്ച് കുറവായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പഞ്ചസാര ഇടാം. ഒരു 7-8 സ്പൂണൊക്കെ ഇട്ടാലും കുഴപ്പമില്ല, നല്ല മധുരം ഉണ്ടാവും, നമുക്ക് കഴിക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ്, അത് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 സ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം തന്നെ ചെയ്യണത്, നമ്മൾ ഈ അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കണം. സാധാരണ പച്ചവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പച്ചവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ വട്ടയപ്പത്തിനുള്ള മാവ് ഒന്ന് കലക്കിയെടുക്കും. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആകെ ലൂസായി പോവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അത് കലക്കാനായിട്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കത് കലക്കിയെടുക്കാം. ഇപ്പൊ ഇത് നന്നായി കലങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ പൊടി കലക്കിയെടുക്കേണ്ടത്. അരിപ്പൊടി കലക്കിയെടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, 1/2 മുറി തേങ്ങ ചിരകിയത്, പിന്നെ ചോറ്, 1/2 കപ്പ് ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചോറ്, പിന്നെ ഈസ്റ്റിന്റെ പൊടി, 1 സ്പൂൺ ഈസ്റ്റിന്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നൈസായ ഈസ്റ്റിന്റെ പൊടിയായ കാരണം കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. കട്ടിയുള്ള ഈസ്റ്റ് ആണെങ്കിൽ അതൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കുറച്ചും കൂടി കൂടുതൽ പഞ്ചസാര ഇടുകയാണെങ്കിൽ അത് വട്ടയപ്പം തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മാവ് പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി മാത്രമേ ആദ്യം ഒഴിക്കേണ്ടൂ. അതിലേക്ക് ഒരു 2 സ്പൂൺ പച്ചവെള്ളം കൂടി ഒഴിക്കുക. 2 സ്പൂൺ പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇപ്പൊ തന്നെ തേങ്ങയൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ടായിരിക്കും. തേങ്ങയും പഞ്ചസാരയും നന്നായി മിക്സ് ആയി അരഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്നും കൂടി ഒന്ന് മിക്സിയിൽ അടിക്കുക. എല്ലാം കൂടി ഒരുമിച്ച് മിക്സിയിൽ അടിച്ചിട്ട് നമുക്കതൊരു വലിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ബൗളിലാണ് നമ്മൾ ഇത് പൊങ്ങി വരാൻ വേണ്ടി വെക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ബൗൾ തന്നെ എടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇത് ഈസ്റ്റൊക്കെ മിക്സിയിൽ അടിച്ചത് കൊണ്ടും പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ടും ഇത് പെട്ടെന്ന് വിരുന്ന് വരാൻ തുടങ്ങി. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ എത്രയാണോ മാവ് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അത്ര തന്നെ വീണ്ടും അത് പൊന്തി 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നന്നായി പൊന്തി വന്നു.
ഞാനിപ്പോൾ ഇത് എടുക്കുമ്പോൾ ഒരു 2.5-3 മണിക്കൂറായിട്ടുണ്ട്. അപ്പോഴേക്കും ചെറിയ പൂഴിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾ അത്ര നേരം ഒന്നും വെക്കേണ്ട, നിങ്ങളൊന്ന് നോക്കുക. 2 ഇരട്ടി, അതായത് നിങ്ങൾ ആദ്യം ഒഴിച്ച മാവിനേക്കാളും 2 ഇരട്ടി അത് പൊന്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ അത് നന്നായിട്ട് അങ്ങനെ പൊന്തി വരും. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഒരു 6 മണി 7 മണിക്ക് ഉണ്ടാക്കി കലക്കി വെച്ച് കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് വട്ടയപ്പം ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ചൂടനുസരിച്ചിരിക്കും, ചൂട് കുറവുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും. ഇനി ഇത് ഒരു പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതിയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. പകുതി ഒഴിച്ചിട്ട് അത് നമുക്ക് ആവിയിൽ വേവിക്കാൻ വെക്കാം. അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിൽ വേണമെങ്കിൽ മുന്തിരിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അത് ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, വേറെ ടേസ്റ്റും അങ്ങനെ അത്രയേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. പക്ഷെ 5 മിനിറ്റിനും മുൻപ് നമ്മളെ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വിള്ളലുകൾ വരാൻ സാധ്യതയുണ്ട് വട്ടയപ്പത്തിന്. അത് ഭംഗി കുറയ്ക്കുന്നേ ഉള്ളൂ, അല്ലാതെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല. അപ്പൊ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നന്നായി വേവിക്കണം, നല്ല ആവിയിൽ തന്നെ നന്നായി വേവിക്കണം. ഇതാ ഇപ്പൊ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന വട്ടയപ്പമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈസ്റ്ററിന് ഈ വട്ടയപ്പം ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.